21 പേരുടെ മരണത്തിനിടയാക്കിയ കരിപ്പൂർ വിമാനാപകടം നടന്നിട്ട് ഇന്നേക്ക് 5 ആണ്ട്. അപകടത്തോടെ നിർത്തിവച്ച വലിയ വിമാന സർവീസ് ഇതുവരെയും പുനരാരംഭിച്ചിട്ടില്ല. റൺവേ സേഫ്റ്റി ഏരിയയുടെ വലിപ്പം കൂട്ടാനുള്ള പ്രവർത്തനങ്ങളും ഇഴഞ്ഞു നീങ്ങുകയാണ്. കോവിഡ് കാലത്ത് വിദേശത്തുള്ളവരെ നാട്ടിലെത്തിക്കാനുള്ള വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി 2020 ഓഗസ്റ്റ് 7 ദുബായിൽ നിന്ന് കരിപ്പൂരിലേക്ക് എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 13:44 വൈകിട്ട് 7:41 ലാൻഡിംഗ് പേഴ്സ് തകർന്ന് രണ്ടായി പിളർന്നു. 165 യാത്രക്കാരുണ്ടായിരുന്ന വിമാനത്തിലെ 2 പൈലറ്റ്മാരുൾപ്പെടെ 21 പേർ മരണപ്പെട്ടു. 110 പേർക്ക് പരിക്കേറ്റു. കോവിഡിന്റെ സാമൂഹിക അകലങ്ങളെ വകഞ്ഞുമാറ്റിയ രക്ഷാപ്രവർത്തനം നിരവധി പേരുടെ ജീവൻ രക്ഷിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കാതെ ലാൻഡ് ചെയ്ത് അപകടത്തിലേക്ക് നയിച്ചുവെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കുമുള്ള നഷ്ടപരിഹാരം നൽകി. അപകടത്തെ അതിജീവിച്ചവർ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ വിമാനാപകടത്തെ തുടർന്ന് നിർത്തിവച്ച വലിയ വിമാനങ്ങളുടെ സർവീസ് ഇതുവരെയും പുനരാരംഭിച്ചിട്ടില്ല. റൺവേ സേഫ്റ്റി ഏരിയ കൂട്ടണമെന്നായിരുന്നു കേന്ദ്ര മാനദണ്ഡം. ഏറെ ചർച്ചകൾക്ക് ശേഷം കഴിഞ്ഞ വർഷം റൺവേ സേഫ്റ്റി ഏരിയ വീതി കൂട്ടൽ നിർമ്മാണം തുടങ്ങിയെങ്കിലും ഇതുവരെ 21.87% മാത്രമേ ആയിട്ടുള്ളൂ. സേഫ്റ്റി അറയുടെ നിർമ്മാണം പൂർത്തിയായാലേ വലിയ വിമാനം ഇറങ്ങാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കൂ. വിമാനാപകടത്തെ അതിജീവിച്ചവർ ജീവിതത്തിലേക്ക് പതിയെ മടങ്ങി വന്നു. പക്ഷേ വിമാനത്താവള പ്രവർത്തനം പൂർണ്ണ അർത്ഥത്തിൽ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല.